നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് മീനു അനുവിനോട് പറഞ്ഞു, അതെ ഹലോഗ് പല തന്ത്രങ്ങളും ഉപയോഗിച്ച് അടുത്ത് വരും, പക്ഷെ അവനെ മൈൻഡ് ചെയ്യാൻ പോണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അനു പറഞ്ഞു, ഞാൻ അവനോട് സംസാരിക്കാനൊന്നും പോയില്ല മീൻ ചേച്ചി. അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്നു, പക്ഷെ അപ്പോഴേക്കും കൃത്യസമയത്ത് തന്നെ ആര്യൻചേട്ടൻ വന്നെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനു പറഞ്ഞു, അല്ല അലോകിന് എന്തെങ്കിലും നിന്നോട് പറയാനുണ്ടെങ്കിലോ? എന്ത്? അല്ല വല്ല മാപ്പ് പറയാൻ വേണ്ടി വന്നാണെങ്കിലോ? അതൊക്കെ നേരത്തെ കോടതി വെച്ച് പറഞ്ഞു കഴിഞ്ഞല്ലേ അനുമോളെ. അല്ല മിത്ര, ഇനിയിപ്പൊ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. എന്നാലും എനിക്ക് തോന്നുന്നു അവന് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നേ, ചിലപ്പോൾ അങ്ങനെ എന്തേലും കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് മാറ്റം ഉണ്ടായാലും ശരി അവനെ ഞാനേ എൻ്റെ 7 അയലക്ക് പോലും അടുപ്പിക്കില്ല. മീനാക്ഷി പറഞ്ഞു, അത് മതി മിത്രേ, നിന്റെ സഹോദരനൊക്കെ തന്നെയാണ് അലോക്. നിനക്ക് അവനോട് സോഫ്റ്റ് കോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ അനുവിനോട് അവൻ ചെയ്ത് എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അവൻ കാരണം എത്രമാത്രം വേദന അനുഭവിച്ച അനുമോള്, അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? അതല്ല മീനി ചേച്ചി ഞാൻ ഉദ്ദേശിച്ചത്, ഒരുപക്ഷെ അവൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായി കാണുമല്ലോ എന്ന്. മാറ്റം അവന് ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. അവൻ ആ കൃഷ്ണമംഗലത്തിന് മുതലല്ലേ അവന്റെ സ്വഭാവത്തിൽ ആ ക്രിമിനൽ സ്വഭാവം എത്ര വർഷം കഴിഞ്ഞാലും മാറത്തില്ല. അവനിങ്ങനെ ചതി ചെയ്തോണ്ടേയിരിക്കും. അവനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. മോളെ അനു, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സൂക്ഷിച്ച് അയച്ച് നിൽക്കുന്നേ, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അവൻ എൻ്റെ അരിയിലേക്ക് വന്നാലും ഈ അനുവിന്റെ സ്വഭാവം അവൻ അറിയാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് കുടിച്ച് ലെക്ക് കേട്ട് ആനന്ദും ആര്യനും ആകാശം കൂടെ ടെറസിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ ആനന്ദിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദ് നന്നായിട്ട് ഫിറ്റായിരുന്നു. ആനന്ദിനെ പിടിച്ചോണ്ടാണ് ആര്യനും ആകാശം കൂടെ ഹാളിലേക്ക് വരുന്നത്. ഗോമതി ബാലിനൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആനന്ദ് പറഞ്ഞു, എടാ ഈ സ്റ്റെപ്പ് ഒന്നും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലോ. അത് ആനന്ദേണ്ട തോന്നുന്നു. ആനന്ദേടെ ഞങ്ങളെ മുറുക്കെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആടി ആടി അങ്ങോട്ടേക്ക് വരുന്നതും നേരെ ബാലിന്റെ ഗോമതിയുടെ മുന്നിലേക്ക്. അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയൊക്കെ ഹാളിലേക്ക് ഇറങ്ങി വന്നു. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ബാലൻ ചോദിച്ചു, എടാ നീയൊക്കെ കൊണ്ടുപോയി അവനെ കുടിപ്പിച്ചൊരു പരുവാക്കിയോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ആനന്ദ് പറഞ്ഞു, എന്നെ ആരും കൊണ്ടേ കുടിപ്പിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ പിന്നെ എന്തിനാടാ നീയൊക്കെ കുടിച്ചത്? നിന്നോടൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടാ? ഇപ്പൊ ഇതിന്റെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ആനന്ദ് പറഞ്ഞു, ഇത്തിരി മനസമാധാനം കിട്ടാൻ വേണ്ടി അച്ഛാ, ഇത്തിരി മനസമാധാനത്തിന് വേണ്ടിയാ കുടിപ്പിച്ചേ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടൊന്നുമല്ല. ഇത്തിരി കുടിക്കുമെങ്കിലും ചെയ്യുവാണെങ്കിൽ മനസമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാലോ എന്ന് ഓർത്തിട്ടാ. അവളുണ്ടല്ലോ ആ ശ്രീദേവി എന്ന് പറയുന്നവള്, അവളുടെ ചതി ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മദ്യപിച്ചത്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ആരും ആനന്ദേണ്ട കുടിപ്പിച്ചൊന്നുമല്ല, ആനന്ദേണ്ട് മദ്യപിക്കുമായിരുന്നു. ആനന്ദേണ്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ. എല്ലാ കുറ്റം കൂടെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കരുത്. അപ്പോഴേക്കും ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടൻ വന്നേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയ്യെ പിടിച്ച് വലിച്ച് നേരെ മുറിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴേക്കും ആകാശം നേരെ ബാലിന്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ പറഞ്ഞല്ലോ ഞങ്ങളാ കുടിപ്പിച്ചേന്ന്. അച്ഛന് ഇത്തിരിയെങ്കിലും ഇതുകൊണ്ട് അങ്ങനെ പറയാനായിട്ട്. അച്ഛൻ ആനന്ദേട്ടൻ്റെ ഒന്ന് കാര്യം ഒന്ന് ഓർത്തു വയ്ക്കേ. ഞങ്ങള് കാരണമാണ് ആനന്ദേട്ടൻ ഇങ്ങനെ ആയത്. അച്ഛൻ ഒരുത്തൻ കാരണമാ ഇങ്ങനെ ആയെന്ന് പറഞ്ഞു. ഗോമതിയൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയില്ല. അപ്പോഴേക്കും മീനു ആകാശനെ വിളിച്ചിട്ട് പറഞ്ഞു, ആകാശ വെറുതെ ഒന്നും പറയരുത്. മീനു നീ അവിടെ മിണ്ടായിരിക്കെ, ഞാൻ പറയട്ടെ. എനിക്ക് പറയാനുള്ളത് അച്ഛൻ കേൾക്കണം. അച്ഛനെ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അച്ഛനാണ് ആനന്ദേട്ടൻ ജീവൻ നശിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞ് വെറുതെ അല്ല. ഈ നിൽക്കുന്ന മീനു ഉണ്ടല്ലോ എന്നും പറഞ്ഞ് മീനുവിൻ്റെ അടുത്തേക്ക് വന്നു. മീനുവിനെ ചേർത്ത് പിടിച്ചു. ഇവളെൻ്റെ ഭാര്യയാണ്, ഇവൾക്ക് ഗവൺമെൻറ് ജോലിയുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വന്നിട്ട് നക്കാപ്പിച്ച പൈസയ്ക്ക് പണിയെടുക്കണമെങ്കിലുണ്ടല്ലോ, അതെന്തുകൊണ്ടായിരിക്കും? പിന്നെ ഈ പറയുന്ന മീനുവെ കണ്ടെത്തിയ ആളാരാ? ഞാനാണ് കണ്ടെത്തിയത്. അച്ഛൻ കണ്ടെത്തിക്കൊണ്ടു വന്നു. വലിയ കോടീശനായ ഉദയഭാനുവിന്റെ മോളെ കണ്ടെത്തിക്കൊണ്ടുവന്നു. എന്നിട്ട് എന്തായി? അവസാനം ആനന്ദേന്റെ ജീവൻ നശിച്ചു. ആനന്ദേന്റെ ജീവൻ നശിപ്പിച്ച അച്ഛനാന്ന് പറയാൻ കാരണം അതാ. അച്ഛൻ ചെയ്ത തെറ്റിന്റെ ഫലം അത്. അച്ഛൻ കണ്ടെത്തിയ ബന്ധമായിരുന്നല്ലോ. ഞാൻ കണ്ടെത്തിയ പെണ്ണത് ഇപ്പോഴും ഈ വീട്ടിൽ നല്ല അന്തസ്സായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ കണ്ടെത്തിയതാണ് ശരിയാവാത്തെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോമതി പറഞ്ഞു, എടാ ആകാശ നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അമ്മ അവിടെ മിണ്ടാതിരിക്കുക, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, ആകാശേട്ട എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആര്യനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആര്യം വന്ന് നിൽക്കുമ്പോഴത്തേനും ആകാശ് ആരിൻ്റെ അടുത്തേക്ക് വന്നു. എടാ എനിക്ക് നിന്നോടാ ചോദിക്കാനുള്ളേ,
ഈ നിൽക്കുന്ന അച്ഛൻ അറിയാവോ ഇവന്റെ സ്വപ്നങ്ങൾ എന്തായിരുന്നു, മക്കളുടെ സ്വപ്നങ്ങൾ എന്താന്ന് അച്ഛൻ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ കുറേ അധികം സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രമാത്രം സ്വപ്നങ്ങളായിരുന്നു. അച്ഛൻ അവനെ പഠിപ്പിച്ച് IAS കാരനാക്കണം എന്നായിരുന്നു. പക്ഷെ അവന്റെ സ്വപ്നം അതായിരുന്നില്ല. ശരിയാണോടാ, സത്യമല്ലോടാ ഞാൻ പറയണമെന്ന് ചോദിച്ചു. ആര്യം പറഞ്ഞു, അതെ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്വപ്നമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ വേറെ ആഗ്രഹമായിരുന്നു. ഒരിക്കൽ പോലും അച്ഛൻ അത് എന്നോട് ചോദിച്ചിട്ടില്ല. നിന്റെ മനസ്സിൽ എന്താടാ മോനെ, നിന്റെ മനസ്സിൽ എന്താവാൻ ആഗ്രഹമെന്ന്. ഞാൻ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയാവോ? അത് കേട്ടതും മിത്ര പറഞ്ഞു, ആര്യ പറയട്ടെ, ആകാശേട്ടൻ പറയട്ടെ എന്ന് പറഞ്ഞു. നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ആര്യനും ആകാശും കൂടെ പറയുകയാണ്. ഒടുവിൽ ആകാശ് പറഞ്ഞു, കണ്ടില്ലേ, ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ ആ ഇഷ്ടങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ ത്യജിക്കുകയോ ചെയ്ത അല്ലെങ്കിൽ അച്ഛൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അച്ഛൻ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമായിരുന്നു. അല്ല, ഞങ്ങളുടെ എപ്പോഴേലും എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ മനസ്സെന്താണെന്ന് അറിയാനായിട്ട് അച്ഛൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴേക്കും മീനു പറഞ്ഞു, ആകാശേ അനാവശ്യം പറയരുത്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ മീനു, ഇതുകൊണ്ടൊക്കെയാ പറഞ്ഞത്. ആനന്ദേട്ടൻ അച്ഛൻ പറയുന്ന അനുസരിച്ചു. ഒരു പെണ്ണിന്റെ കഴുത്തെ താലി അടത്താൻ പറഞ്ഞപ്പോൾ താലി ആർത്തി, എന്നിട്ടോ ആനന്ദേട്ടൻ്റെ ജീവിതം കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞില്ലേ? അപ്പോഴേക്കും ബാലൻ വന്നിട്ട് ആകാശിനോട് പറഞ്ഞു, എടാ മോനെ, നീ പറഞ്ഞെല്ലാം 100% ശരിയാ. ശരിയാന്ന് അച്ഛൻ ഇപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടല്ലോ, അതാ പറഞ്ഞത്. അച്ഛൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഉദയഭാനുവിന്റെ പണം കണ്ടിട്ടാണ് ആനന്ദേട്ടന്റെ വിവാഹം ആലോചിച്ചോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി പെട്ടെന്ന് വന്ന് ആകാശിന്റെ കവളത്തിനിട്ട് ഒറ്റ എണ്ണം കൊടുക്കുവാണ്. എന്താടാ നീ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും ആകാശം ഇങ്ങനെ കവളൊക്കെ തടവി നിൽക്കുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എന്തിനാ ഗോമതി, നീ എന്തിനാ അവനെ തല്ലാൻ പോയത്? അതിന്റെ കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമല്ലേ, അവൻ പറയട്ടെ. ആനന്ദിന്റെ ജീവൻ നശിപ്പിച്ച് ഞാനല്ലേ എന്നും പറഞ്ഞിട്ട് ബാലന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എടാ, ഞാനാണ് അവന്റെ ജീവൻ നശിപ്പിച്ചത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി ബാലന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ബാലേട്ട വേണ്ട, ഇങ്ങനൊന്നും പറയരുതെന്ന് പറഞ്ഞു. എന്നിട്ട് ആരിന്റെ ആകാശിന്റെ ഒക്കെ നേർക്ക് തിരിയുവാണ്. നീയൊക്കെ എന്താടാ വിചാരിച്ചോണ്ടിരുന്നേ? എടാ, നിന്റെ അച്ഛൻ എൻ്റെ കൈ പിടിച്ച് കൃഷ്ണമംഗലത്ത് നിറങ്ങുന്ന സമയത്ത് വെറും 10 രൂപ മാത്രമായിരുന്നു അച്ഛൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നേ. അവിടുന്ന് അച്ഛൻ ഈ കണ്ടതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അച്ഛൻ എത്രമാത്രം സഹിച്ചിട്ടുണ്ടായിരിക്കും നിനക്കൊക്കെ അറിയാവോ? നീയൊക്കെ പറഞ്ഞല്ലോ നിന്റെയൊക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടില്ലെന്ന്. അതുമാത്രമല്ല, കുറച്ച് കഞ്ഞിയും വെള്ളവും കൊടുത്ത് ഇവിടെ ഇട്ടിരിക്കുവെന്ന്. നിങ്ങൾ മക്കളെ ഗുണ്ടകളായിട്ട് അച്ഛൻ വളർത്തിക്കൊണ്ട് വരുവാന്ന്. അതൊക്കെ നിങ്ങൾക്കൊന്നും ഇപ്പം മനസ്സിലാകത്തൊന്നുമില്ല. അച്ഛൻ്റെ വില എന്താ എന്നൊക്കെ നിനക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ഗോമതിയോട് മീനു പറഞ്ഞു, അമ്മ എന്തിനാ ഒരടിയെ നിർത്തിയത്? 2 എണ്ണം കൂടെ കൊടുക്കാൻ മേലായിരുന്നോ ആകാശിനിട്ട്? ആകാശിന് 2 എണ്ണത്തിന്റെ കുറവും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ ആകാശം എന്നും പറഞ്ഞുകൊണ്ട് ഒടിയിലെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, വിടും മീനു, എൻ്റെ കയ്യേന്ന് വിടാൻ പറഞ്ഞു. ഒടുവിൽ മുറിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് പറഞ്ഞു, ഞാൻ പറയാനുള്ളത് മൊത്തം പറഞ്ഞു തീർന്നില്ലായിരുന്നു, പിന്നെ നീ എന്തിനാ എൻ്റെ കയ്യെ പിടിച്ചു വലിച്ചത്? ദേ മിണ്ടാതിരുന്നു. അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ? ഞാനെന്തു പറഞ്ഞു? ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞേ. ഓ, മിണ്ടാതിരിക്ക. മദ്യം കുടിച്ചിട്ട് വന്നിട്ട്. അതെ, മദ്യപിച്ചിട്ടൊന്നും അല്ല, ഞാനുള്ള സത്യാവസ്ഥകളാ പറഞ്ഞേ. ഞാൻ പറഞ്ഞാൽ എന്തേലും തെറ്റ് പറയാൻ പറ്റുമോ? തെറ്റ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ആകാശിന്റെ തലയിലേക്ക് എത്ര പറഞ്ഞാലും കേറത്തില്ല. അച്ഛൻ്റെ വില മനസ്സിലാക്കണമെങ്കിലേ അത് ആകാശിനൊന്നും ഇപ്പം അറിയത്തുമില്ല എന്ന് പറഞ്ഞു. ഇതേ നാളെ ഒരു ദിവസം ആകാശിന്റെ മോനെ ആകാശിന്റെ നേർക്ക് തിരിഞ്ഞ് ഇങ്ങനെ തിരിയുമ്പോഴാണ് ആകാശിന് അതിന്റെ വില മനസ്സിലാകത്തുള്ളൂ, അച്ഛൻ്റെ വില എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു, അതിന് നീ സമ്മതിക്കത്തില്ലോ? എന്ത്? എടി, അങ്ങനെ എൻ്റെ നേർക്ക് തിരിഞ്ഞ ഒരു മോനോ മോളോ എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്കൊരു കുഞ്ഞു വേണ്ടേ? ഒരു കുഞ്ഞുണ്ടാവാനായിട്ട് നീ സമ്മതിച്ചിട്ട് വേണ്ടെന്ന് ചോദിച്ചു. അത് കേട്ടത് മീനുവിന് ശരിക്കും ചിരി പൊട്ടി. മീനു ചിരിക്കുകയാണ്. കണ്ടില്ലേ നീ ചിരിക്കണേ? ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്ക്, നമുക്കൊരു മോനോ മോളോ ഉണ്ടാവട്ടെ, എന്നിട്ട് അത് എന്നെ തിരിഞ്ഞ് ചോദ്യം ചെയ്യട്ടെ. നീ അങ്ങനെയൊന്ന് സമ്മതിക്കാൻ പറഞ്ഞു. അയ്യടാ, അങ്ങനെ ഇപ്പൊ ആകാശം സൂഹിക്കണ്ട. ദേ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. ഇത്ര നാൾ എങ്ങനെ പോയത് അങ്ങനെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. ഇപ്പൊ മോനെക്കുറിച്ചും മോളെക്കുറിച്ചും ഒന്നും ചിന്തിക്കണ്ട, മര്യാദയ്ക്ക് അടങ്ങി കിടക്കാൻ നോക്കാൻ പറഞ്ഞു. ആകാശ് പറഞ്ഞു, എന്നാലും ഒരെന്നാലും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് മീനു കൃത്രിമമായിട്ട് ദേഷ്യപ്പെടുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.